അവൽ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ലൊരു പലഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ മധുര പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാനിൽ 250 ml അളവിൽ 2 കപ്പ് വെള്ള കനം കുറഞ്ഞ അവൽ മീഡിയം ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യുക. കുറച്ച് നേരം റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ഇടുക. തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. 1 കപ്പ് തേങ്ങ കൂടി ഇട്ടതിന് ശേഷം അതും കൂടെ റോസ്റ്റ് ചെയ്യുക. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയാൽ മതി. അങ്ങനെ റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ടിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. അടുത്തതായിട്ട് ഇതേ പാനിൽ തന്നെ 3/4 കപ്പ് വെള്ളമൊഴിച്ച് ഇതിലേക്ക് 5-6 പീസസ് ബീറ്റ്റൂട്ട് ഞാനിവിടെ ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇതൊരു കളർ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. തിളച്ച് കഴിയുമ്പോൾ ബീറ്റ്റൂട്ട് പീസസ് എടുത്ത് മാറ്റുക. ബീറ്റ്റൂട്ട് പീസസ് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് മധുരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാര ഉപയോഗിക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയെല്ലാം നന്നായി അലിഞ്ഞ് കുറച്ച് നേരം തിളപ്പിക്കുക. ഒട്ടുന്ന പരുവം ആകേണ്ട ആവശ്യമില്ല. അതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്ക ജീരകം ചേർക്കുക. ഏലക്കാപ്പൊടി തന്നെ ചേർത്താലും മതി. ഇനിയും ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ തേങ്ങ മിക്സ് കൂടി ഇട്ട് നന്നായി ഇളക്കുക. ആദ്യമേ അവലെല്ലാം കൂടെ ഇടരുത്, കുറേശ്ശെ ഇട്ടിളക്കി നോക്കുക. കാരണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ നമ്മൾ നോക്കണം. അങ്ങനെ അതിൻ്റെ നോക്കിയതിന് ശേഷം ബാക്കി അവലും കൂടെ നമ്മൾ ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയും ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം വറ്റിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരും. ആ സമയം ഞാനിവിടെ 2 ടീസ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് പൊടിച്ചോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പലഹാരത്തിൽ നമ്മൾ ഓയിലോ നെയ്യോ ഒന്നും ഒഴിച്ചിട്ടില്ല. നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള സൈസിൽ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ വേണമെങ്കിൽ നെയ്യ് പുരട്ടാം. അങ്ങനെ എല്ലാം ബോൾസ് ആക്കിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പലഹാരം റെഡിയായി. പെട്ടെന്ന് തയ്യാറാക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അവൽ നമ്മളുടെ പൊടിക്കുകയൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് മിക്സിയുടെ ആവശ്യമൊന്നും വരുന്നില്ല. ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ഈ പലഹാരം എല്ലാം തയ്യാറാക്കാം. നമ്മുടെ കുട്ടികൾക്കും അതുപോലെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ രുചികരമായ പലഹാരമാണിത്. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.